വീടിനകത്തിരുന്നിട്ട് പോലും നമുക്ക് ഈ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പം വെയിലത്ത് നിൽക്കുന്ന ഈ ചെടികളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. എൻ്റെ ഗാർഡൻ്റെ ഒരു ലുക്ക് തന്നെ ഇപ്പം മാറിപ്പോയി കേട്ടോ. നമ്മൾ ഇതുവരെ സെറ്റ് ചെയ്തുകൊണ്ട് വന്ന ഗാർഡൻ ലുക്ക് നമ്മളൊന്ന് മാറ്റിയിട്ടുണ്ടേ. അങ്ങനെ മാറ്റാൻ കാരണം തന്നെ ചെടികൾ ഇനി നന്നായിട്ട് തന്നെ നമ്മുടെ ഗാർഡനിൽ ഇരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ തൽക്കാലത്തേന് ഒരു ചേഞ്ച് വരുത്തിയത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഒരു ബോർഡർ ഗ്രാസും വേറൊരു ചെടിയും ബോർഡറായിട്ട് വെച്ചെന്ന് പറഞ്ഞിട്ട് അതിൽ ആ വെള്ള കളറുള്ള ആ ഇല മാത്രം, അത് ചെടി മാത്രം ചൂടിനെയൊക്കെ പ്രതിരോധിച്ചിങ്ങനെ നിൽപ്പുണ്ട്. ബോർഡർ ഗ്രാസ് അവിടെ നമ്മൾ വെച്ചത് മുഴുവൻ കരിഞ്ഞു പോയിട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് അവിടെ വേറെ എന്തെങ്കിലും ചെടി വെക്കണം. നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പറഞ്ഞു ഇങ്ങനെ ചെടിയൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് വാടി നിൽക്കുവാണല്ലോ, ആ ചെടിയൊക്കെ ഒന്ന് ഷെയ്ഡിലേക്ക് മാറ്റി വെക്കാൻ മേലെ എന്ന് പറഞ്ഞപ്പോഴാട്ടോ ഞാനും പെട്ടെന്ന് അത് ചിന്തിച്ചത്. ഞാൻ ഗാർഡൻ്റെ ആ ഒരു ലുക്ക് പോകണ്ട എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തന്നെ നിർത്തിയേക്കുമായിരുന്നു. ഈ ഒരു ഭാഗത്ത് മാത്രമേ നമുക്ക് തണലുള്ളൂ. ബാക്കി ഫ്രണ്ട് വശം എല്ലാം തന്നെ നല്ല വെയിലാണ്. ഇപ്പോൾ ഈ ചെടിയാണേലും വെയിൽ കൊണ്ടാലും പ്രശ്നമില്ലാത്തതും വെയിൽ കൊള്ളാൻ പറ്റാത്തതുമായ ചെടിയുണ്ടല്ലോ. ഈ അഗ്ലോണിമയൊക്കെ ശരിക്കും നല്ല തണലുള്ളിടത്ത് നിൽക്കേണ്ട ചെടിയാണ്. അത് ഞാൻ അവിടെ വെച്ചു. അവിടെ ഇങ്ങനെ കണ്ടമാനം വെയിൽ കൊണ്ടിട്ട് അതിൻ്റെ ആ റെഡ് കളറൊക്കെ പോയിട്ട് റെഡ് കളർ പോയിട്ട് ഇങ്ങനെ കരിഞ്ഞു തുടങ്ങുന്ന പോലെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് മാറ്റണം. ഈ ഒരു ഏരിയ മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് തണൽ, ഈ ഫ്രണ്ടിൽ അങ്ങനെ തണലായിട്ടുള്ളൂ. ഇവിടുന്ന് ഞാൻ ജമന്തി ചെടി മാറ്റിയില്ല, ബാക്കിയെല്ലാം മാറ്റിയേ. ജമന്തി ചെടി നല്ല വെയിൽ കൊണ്ടിട്ട്, നല്ല വെയിൽ കൊണ്ടാലല്ലേ പൂക്കൾ അതിലാവുള്ളൂ. അതുമല്ല ചെടിക്ക് അധികം വാടലും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ ചെടി ഇത്രയെങ്കിലും വാടാതെ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ രാവിലെയും നനച്ചു കൊടുക്കുന്നുണ്ട്, ഇപ്പം വൈകുന്നേരവും നനച്ചു കൊടുക്കും. പിന്നെ പുതിയതായിട്ട് ചെടികളൊക്കെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഉച്ച സമയത്തൊക്കെ ഒരു 3 പ്രാവശ്യമായിട്ട് ഞാൻ നനച്ചു കൊടുക്കും കേട്ടോ. അതുകൊണ്ടാണ് കുറേ ചെടിയൊക്കെ വാടാതെ നിൽക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നമ്മൾ എത്ര ചെടിച്ചട്ടികൾ വെച്ചിരുന്നു, ഇപ്പം ഞാനത് ആ വെയിൽ കൊള്ളാൻ വയ്യാത്ത ചെടിയെല്ലാം മാറ്റിയിട്ട് കുറച്ചൊരു 4 ചെടി മാത്രമേ ഉള്ളൂ കേട്ടോ അവിടെ വെച്ചിട്ടുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് ആ ചെടി പോയപ്പോൾ തന്നെ എൻ്റെ ഗാർഡൻ്റെ ആ ഒരു ഇത് പോയി. പിന്നെ നമ്മളൊരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണല്ലോ എന്ന് വെച്ചിട്ട് ഓക്കെ നമ്മൾ മൈൻഡിനെ സെറ്റ് ചെയ്തു. നമ്മൾ ആ മാറ്റി വെച്ച ചെടികളെല്ലാം ഈ തണലത്തേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ വെച്ചിട്ട് ചെടിയെല്ലാം ഒന്ന് പഴയതുപോലെ ആരോഗ്യത്തോടെ വരട്ടെ. ഏകദേശം എല്ലാം ഇങ്ങനെ വാടി വാടി നിൽക്കും. നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇത്രയെങ്കിലും ഇങ്ങനെ പ്രതിരോധിച്ച് നിൽക്കുന്നത്. ഇനി ഗാർഡൻ പഴയതുപോലെ ആകണമെങ്കിൽ മഴ തുടങ്ങണമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം മഴയുണ്ടായിട്ട് വെയിലാണെങ്കിലും പ്രശ്നമില്ലല്ലോ. നമ്മൾ എത്ര വെള്ളം ഒഴിച്ചു കൊടുത്താലും മഴ പോലെ ആകില്ലല്ലോ. അപ്പം അതുകൊണ്ട് തൽക്കാലത്തേന് നമുക്കിങ്ങനെ ഇരിക്കാം. ഒരു 1-2 മാസത്തോടെയൊക്കെ കഴിഞ്ഞിട്ട് മഴ തുടങ്ങുമ്പം നമുക്ക് പഴയതുപോലെ വെക്കാം. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റും ചെയ്യണം കേട്ടോ. മറ്റൊരു നല്ല വീഡിയോയിലൂടെ വീണ്ടും കാണാം.